കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേപോലെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി വേഗം തന്നെ കിട്ടും. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒണിയനെ പറ്റിയിട്ടാണ്. അതായത് ഒണിയന്റെ കാറ്റഗറിയിൽ പെടുമ്പോഴേക്കും കുഞ്ഞുള്ളിയുണ്ട്, സവാളയുണ്ട്. ഇതിൽ നിങ്ങൾ സവാള എടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഈ സവാള വെച്ചിട്ട് എങ്ങനെയാണ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പഠനങ്ങൾ നടത്തി. അതായത് ആദ്യം തന്നെ ഈ പഠനങ്ങൾ നടത്തിയപ്പോഴേക്കും എലിയിലായിരുന്നു അവരിത് പരീക്ഷിച്ചത്. അതിനുശേഷം മനുഷ്യരിലെ പരീക്ഷിച്ച് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന തരത്തിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒണിയനാണ്, സവാളയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒണിയൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാറുണ്ടല്ലോ. ഈ ഒരു വെള്ളം കുടിക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. യൂട്രസിലുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലഡ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഫുൾ ആയിട്ടൊന്ന് റിമൂവ് ചെയ്ത് ആ പീരിയഡ്സിലുള്ള ബ്ലഡ് മൊത്തത്തിൽ അങ്ങോട്ട് കളഞ്ഞ് യൂട്രസിനെ ഒന്ന് ഡിറ്റോക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇഞ്ചി ഇട്ടിട്ടുള്ള ഒരു വെള്ളം തിളപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പർപ്പസ്. അതേ രീതിക്ക് തന്നെയാണ് ഇവിടെ സവാള ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. ഈ സവാള നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ചിലര് പ്രഗ്നന്റ് ആകാതെ തന്നെ ഡിയാൻസ് ചെയ്യുന്നവരുണ്ട്. ഡിയാൻസ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, ഡിയാൻസ് ചെയ്തിട്ട് അവർ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഡിയാൻസി എന്ന് പറയുന്നത്. ഇതേ ഡിയാൻസിയുടെ തന്നെ ബെനിഫിറ്റ് ആണ് നിങ്ങൾ സവാള യൂസ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത്. ഇത് യൂട്രസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അവിടെ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിട്ട് കുഞ്ഞിന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. എഗ്ഗിന്റെ ക്വാളിറ്റി കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് പൊട്ടി പുറത്തേക്ക് വരുന്നതിന് അത് സഹായിക്കുന്നു. ഒരു 80 to 20 അല്ലെങ്കിൽ ഒരു 22 mm സൈസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടം നാച്ചുറൽ ആയിട്ട് തന്നെ പൊട്ടും. നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം വരില്ല, മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല. അതിലേക്ക് അണ്ടത്തിനെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സവാള ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക്, അതായത് പീരിയഡ്സ് കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ വരാത്തവർക്കും എന്ന് ഡേറ്റ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ പീരിയഡ്സിനെ നോർമൽ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും റെഗുലർ സൈക്കിൾ ആക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല സവാളയിൽ അടങ്ങിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് എഗ്ഗിന്റെ DNA ഡാമേജ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അണ്ടത്തിന്റെ DNAയും അല്ലെങ്കിൽ സ്പേമിന്റെ DNAയിലും ഡാമേജ് സംഭവിക്കുമ്പോഴാണ് കുഞ്ഞിന് കുറച്ച് അബ്നോർമാലിറ്റീസ് ഉണ്ടാവുന്നത്, ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഒന്ന് വരുന്നത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ആ DNA സ്ട്രക്ചർ കൃത്യമായിട്ട് ഫോം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ആന്റി ഓക്സിഡൻസ് കൃത്യമായിട്ട് അതിനെ ആ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്ത്രീകളെക്കാളും കൂടുതൽ വളരെയധികം ഇത് പുരുഷന്മാരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പുരുഷന്മാരിൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ വാല്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒണിയനിൽ അടങ്ങിയിട്ടുള്ള കോൾസെറ്റിൻ LH ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂട്ടുന്നു. LHന്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിക്കാനും ഇത് സഹായിക്കുന്നു. ക്വാളിറ്റി ഉള്ള ഒരു സെമൻ പ്രൊഡ്യൂസ് ആകണമെങ്കിൽ പുരുഷന്മാരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ആയി പോകണം. അപ്പോൾ ഇതുവഴി സ്പേമിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള മറ്റ് ആന്റി ഓക്സിഡൻസ് സ്പേമിനെ ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. സെമൻ ശരീരത്തിനകത്ത് വെച്ച് തന്നെ നശിച്ചു പോകുന്ന കണ്ടീഷനോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ അതിന്റെ ക്വാളിറ്റി റിഡ്യൂസ് ആകുന്ന അല്ലെങ്കിൽ അത് നശിച്ചിരിക്കുന്ന കണ്ടീഷനോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞാലും സെമന് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രഗ്നൻസി അവിടെ പോസിബിൾ ആവില്ല. അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല സെക്ഷൽ ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു തിങ്കിങ് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ സെക്ഷൽ പെർഫോമൻസും സെക്ഷൽ ലൈഫും അതിനനുസരിച്ച് ഹൈ ആയിരിക്കണം, അല്ലെ അതിനനുസരിച്ച് ഇംപ്രൂവ്ഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി നോക്കുന്നത് സെക്സ് ചെയ്യുന്നത് പ്രഗ്നൻസിക്ക് വേണ്ടി മാത്രമാണെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും തന്നെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിട്ട് മാറും. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇൽനെസ് ഉണ്ടാവുകയാണെങ്കിൽ, അലർജീസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം നമ്മളുടെ ഇമ്മ്യൂണിറ്റി വീക്കാണ് എന്നതിന്റെ സൂചനയാണ്. ഇമ്മ്യൂണിറ്റി വീക്കായി പോകുന്നവർക്ക് പ്രഗ്നൻസി ആകാനായിട്ട് കുറച്ചൊന്ന് ഡിലേ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ ഡൈജഷൻ, അതായത് നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിൽ ദഹനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിലോട്ട് എത്തുന്ന ന്യൂട്രിയൻസ് മൊത്തം ശരീരത്തിന് ഓരോ ഭാഗങ്ങളിലോട്ടും സർക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദഹനം കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നില്ലെങ്കിൽ അവിടെ ഇൻഡൈജഷൻ ഉണ്ടാകും, നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകും, ന്യൂട്രീഷന്റെ അളവ് ശരീരത്തിൽ എത്തുന്നത് കുറയും. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇത് കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല ഓവറോൾ നമ്മളുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒരുപാട് ബെനിഫിറ്റ് തരുന്നതാണ് ഈ ഒനിയൻ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒനിയൻ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് അതിന്റെ തൊലി കളഞ്ഞിട്ട് നടുക്ക് വെച്ച് കട്ട് ചെയ്യാതെ നിങ്ങളൊരു സർക്കിൾ ഷേപ്പിൽ അത് കട്ട് ചെയ്യുക. അതായത് നമ്മളത് ചരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുക. അല്ലാതെ അതിന്റെ ആ ഒരു മുകളിലുള്ള സാധനം ചെത്തിക്കളഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് താഴോട്ട് കട്ട് ചെയ്യാതെ ചരിച്ചൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എവിടെയാ നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോഴേക്കും ഇപ്പോൾ BDF പോലുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അവരിങ്ങനെ കട്ട് ചെയ്ത് സർക്കിളിൽ കട്ട് ചെയ്ത് അവർ വെച്ച് തരില്ലേ, ആ ഒരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടെടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ കുറെ കൂടി നല്ലത്. ഇത് റോ ഫോമിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക. അതായത് പച്ചയ്ക്ക് സവാള കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ റോ ഫോമിൽ എടുക്കുക. അതല്ലെങ്കിൽ കറികളിൽ ഇത് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കുക. അതും അല്ലെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കറികൾ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. കൂടുതൽ ഓയിലിട്ട് വറുത്തെടുക്കാതെ അല്ലെങ്കിൽ കൂടുതൽ ഓയിലിട്ട് വേവിച്ചെടുക്കാതെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ സവാളയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് എന്തെങ്കിലും കറികൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതും അത് നിങ്ങൾ കഴിക്കുന്നതും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നായതുകൊണ്ട് മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിനൊപ്പം എടുക്കാതെ ഇതിന്റെ ഗുണങ്ങൾ മാത്രം കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ റോ ഫോമിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് പച്ചക്ക് സവാള കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത് ഇതൊന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ടൊക്കെ ഇത് കഴിക്കുന്നതും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതും ഇതിന്റെ ബെനിഫിറ്റ് ശരീരത്തിലോട്ട് കൂടുതലായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. വേവിച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഭക്ഷണവും കഴിച്ചിട്ട് ഏകദേശം ഒന്ന് വിശക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾ അടുത്തത് ഈ ഒരു സവാള എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത് എടുത്ത് കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. പല സ്ത്രീകൾക്കും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത് കൊണ്ട് അവർ വിചാരിക്കുന്നത് അവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ഭർത്താവിന് പ്രശ്നവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ല എന്നാണ്. പല ഭർത്താക്കന്മാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെമനും ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ്ഗും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിച്ചണിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു വെജിറ്റബിൾ ആണ് ഒനിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ടത്തിന്റെ ഗ്രോത്തും അതുപോലെ നിങ്ങളുടെ പുരുഷന്റെ സ്പേമിന്റെ ഗ്രോത്തും ഒരു പടി കൂടി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അങ്ങനെ ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയും വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നതിന് അത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.